ശബരിമലയിൽ മഹാ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. കൊള്ളക്കാരെല്ലാം പുറത്തായതിനു ശേഷം കിടിലൻ ക്ലൈമാക്സോട് കൂടി ശബരിമലയിൽ ചില കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്താണ് ഈ കട്ടൗണ്ട് പോയവരൊക്കെ പിടിക്കപ്പെട്ടപ്പോഴുള്ള ഒരു വലിയ ആഘോഷമാണ് ശബരിമലയിൽ കാണുന്നത്? അല്ല, ശബരിമല അയ്യപ്പനുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നു അല്ലെങ്കിൽ എന്നുള്ളതാണ്. സാധാരണക്കാരൻ അയ്യപ്പനെ താങ്ങുന്നു അല്ലെങ്കിൽ കരുതുന്നു. അവരുടെ വിശ്വാസി അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്തുനിന്ന് മനസ്സിലാകുന്നത്. അപ്പം ശബരിമലയിൽ ഇപ്പം കൊള്ള ആര് നടത്തി എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തർക്കമാണ്. ഇപ്പം കൊള്ള നടന്നുകൊണ്ടേ ഇരിക്കുന്നു. അതായത് കോടതി പറഞ്ഞേക്കുന്നത് 98 തൊട്ടുള്ളത് അന്വേഷിക്കണമെന്ന്. അപ്പം കോടതിക്ക് ബോധ്യമുണ്ട് 98 തൊട്ട് ഈ വിജയമല്യ വന്ന കാലം തൊട്ട് കൊള്ള നടക്കുന്നു. 2017 തൊട്ടുള്ള കൊള്ളയല്ല, 2017 തൊട്ടുള്ള കൊള്ളക്കാർ മാത്രമേ ഇപ്പം അഴിക്കുള്ളിലുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് നടന്ന കൊള്ളയും അതിനു മുമ്പ് അവിടുന്ന് കൊണ്ടുപോയതും ഒക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ദീർഘമായിട്ട് അന്വേഷിക്കണം. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. അപ്പം ആ രീതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പം അതിനകത്ത് ഈ പറയുന്ന ഇപ്പം പോറ്റിയെ കയറ്റിയെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഞങ്ങളാ കയറ്റിയെ എന്നുള്ള രീതിയിലേക്ക് വരുന്നുണ്ട്. കാരണം കോൺഗ്രസും ഒക്കെ വരുന്നുണ്ട്. BJPക്ക് അകത്ത് എത്രത്തോളം റോളുണ്ടെന്ന് വ്യക്തതയില്ല. അതിപ്പം നാളെ കാലത്തെ അവരും ഇങ്ങനെ ഒരു അനങ്ങാനയം സ്വീകരിക്കുമ്പോൾ അവർക്ക് എതിരെയും സംശയിക്കുന്നതിനകത്ത് തെറ്റ് പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ് അനങ്ങാനയം സ്വീകരിക്കും. കോൺഗ്രസ് ഇപ്പം വെള്ളാപ്പള്ളി നടേശൻ്റെ പുറയിലും സുകുമാരനാരുടെ പുറയിലും ഒക്കെ പോയിട്ട് എനിക്ക് തോന്നുന്നു മാർക്സിസ്റ്റ് പാർട്ടി ഈ ശബരിമല കൊള്ള ഒതുക്കുന്നതിനെക്കാട്ടി കൂടുതൽ താല്പര്യത്തിൽ ആ വിഷയത്തെ മറികടക്കാൻ വേറെ വിഷയങ്ങളുമായിട്ട് വരുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സതീശനും അല്ലെങ്കിൽ KC വേണുഗോപാലും അല്ലെങ്കിൽ അടൂർ പ്രകാശും അല്ലെങ്കിൽ അത്തരത്തിലുള്ള നേതാക്കൾ KPCC പ്രസിഡന്റും ഒക്കെ വിചാരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പം വന്നപ്പോൾ ശബരിമല കൊള്ളയുടെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഈ പറയുന്ന സീസൺ നടന്നത്. ഈ സീസൺ സമയത്ത് മകരവിളക്കിന് മുമ്പേ അതിൻ്റെ പ്രധാനപ്പെട്ട ശബരിമല ഭഗവാന്റെ അച്ഛനെ പിടിച്ച് അകത്തിട്ടു. അച്ഛനകത്ത് കിടക്കുമായിരുന്നു. ഗണപതി ഹോമം അവിടെ വെച്ചാണ് നടത്തുന്നത്. ഭഗവതി സേവയും ഗണപതി ഹോമവും ഒക്കെ ഇപ്പം ജയിലിനകത്ത് പുള്ളി നടത്തിക്കൊണ്ടിരിക്കും. ഉഷ പൂജ, ഉത്തര പൂജ എല്ലാം അവിടെ നടത്തിക്കൊണ്ടിരിക്കും. അപ്പം മകരവിളക്കിന് ഈ ഉണ്ടാവേണ്ട അല്ലെങ്കിൽ അവിടുന്ന് മാറത്തില്ലേ സീസൺ വന്നു കഴിഞ്ഞാൽ. ആ ശ്രീകോവിലിനകത്തോട്ട് ഇങ്ങനെ മൈക്രോസ്കോപ്പ് പോലെ കണ്ണും വെച്ചുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ദിവസം ഒരു IPS ഉദ്യോഗസ്ഥൻ പറഞ്ഞു. തന്ത്രി. കാരണം അവിടെ എന്തോ നടക്കുന്നു, അവിടെ വീഴുന്നതിന്റെ കണക്ക് അവിടുന്ന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തും വേണ്ടി ആർത്തി ഈ ഉണ്ടായിരുന്നു ഈ പണ്ടാരക്കാലൻ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എന്തും വേണ്ടി ആർത്തി ഇപ്പൊ എന്തായാലും അതിന്റെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഏതായാലും ചിലവർക്കൊക്കെ അത് ചിലരുടെ ഇങ്ങനെ ഉള്ളതായി എത്ര വളർന്നാലും ചിന്താശേഷി ഇല്ലാത്തതും അടിമത്തത്തിൽ ജീവിക്കുന്നതിന്റെ ഒരു ഫലമാണ്. കാരണം വിശ്വാസം വേണം. ഭഗവാനെ വിശ്വസിക്കണം, ശബരിമല ശാസ്താവിനെ വിശ്വസിക്കണം, ഗുരുവായൂരപ്പനെ വിശ്വസിക്കണം, ദൈവത്തെ വിശ്വസിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ ആള് ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം വന്നാൽ അവനെ അങ്ങ് വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യം അല്ലെങ്കിൽ ആ ഒരു രീതി മാറണം. അത് അവരങ്ങനെ ആക്കിയെടുത്തതാണ്. ഇതുപോലെ കൊള്ള നടത്തുന്നതിന് വേണ്ടി, ഒരുപക്ഷെ അമ്പലം കൂടെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ആക്കിയെടുത്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ഇപ്പോഴെങ്കിലും മനസ്സിലാവണം. മനസ്സിലായില്ലേ? എന്നിട്ടും മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അവർ അങ്ങനെ ഉള്ളവരായിരിക്കും, അതിന് വിധേയപ്പെട്ടവരായിരിക്കും. അപ്പം ഇപ്രാവശ്യം പരിശോധിക്കുമ്പം ശബരിമലയുടെ വരുമാനം നമ്മൾ ആലോചിക്കണം. നമ്മളെല്ലാവരും പറഞ്ഞു ശബരിമല ഇതോടുകൂടി തകർന്നു, ഇനിയിപ്പം ആരും വിശ്വസിക്കത്തൊന്നുമില്ല, ഭഗവാൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ കാര്യങ്ങളില്ല. പക്ഷേ ശബരിമലയുടെ വരുമാനം ഇപ്പോൾ റെക്കോർഡ് വരുമാനം, ഇതുവരെ ഇല്ലാത്തത്രയും വരുമാനം. ഏതാണ്ട് 435 കോടി രൂപ ഇതുവരെ എനിക്ക് തോന്നുന്നു കണക്ക് വന്നിട്ടുണ്ട്. കണക്ക് വന്നിട്ടുണ്ട്. അതെ, ചരിത്രത്തിലെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞുകൂടാ എന്തായാലും പറയുകയാണ്. ഇപ്പം നെയ്ക്കകത്തുനിന്ന് കൈയിട്ട വാരിയെ മാത്രമേ ഉള്ളൂ ഹൈക്കോടതി അന്വേഷിക്കാൻ പറഞ്ഞു. ഇതുപോലെ എത്രയോ കൈയിട്ട് വാരിയതിന്റെ ബാക്കി കണക്കായിരിക്കും ഈ കിട്ടിയിരിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ലേ പറയാനൊക്കൂ. ഏതായാലും കൈയിട്ട് വാരിയതിന്റെ ബാക്കി കണക്ക് 435 കോടി രൂപ, അരവണ 204 കോടി രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. അതെ അതെ. പിന്നെ കാണിക്ക ഇനത്തിൽ ഏതാണ്ട് 118 കോടി രൂപ. ഇനി ഒരു കാര്യം കൂടെ പ്രേക്ഷകർ കേൾക്കണം. കാണിക്ക ഇനത്തിൽ ഭണ്ഡാരത്തിൽ അല്ലെങ്കിൽ കാണിക്ക വഞ്ചിയിലിടുന്ന കാശിന്റെ കാര്യം 118 കോടി രൂപ. അതിനകത്ത് സ്വർണവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്, വിദേശ കറൻസി ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ 118 കോടി രൂപ ഭണ്ഡാരത്തിൽ വീണതാണ്. ഇത്രയും പൈസ ഭണ്ഡാരത്തിൽ വീണിട്ടുണ്ടെങ്കിൽ ഒരു 200 കോടി രൂപ ശ്രീകോവിലിനകത്ത് വീണിട്ടുണ്ടാവും. ഈ 200 കോടി രൂപ ശ്രീകോവിലിനകത്ത് വീണിട്ടുണ്ടാവുമെന്ന് എടുത്തു പറയുമ്പോൾ ശ്രീകോവിലിനകത്ത് വീഴുന്ന പൈസ മേൽശാന്തിക്കുള്ളത് മാത്രമാണ്. അതാണ് അവിടുത്തെ
ശാസ്ത്രം, ഏതമ്പലത്തിലെ ശാസ്ത്രം ആ കീഴ്വഴക്കമാണ്. അങ്ങനെയാണ് അതിന്റെ തത്വം. എല്ലാ തത്വത്തിന്റെയും കൂടെ ഈ തത്വം കൂടെ ഉണ്ട്. അപ്പം ഒരു കൊല്ലത്തെ ഒരു മേൽശാന്തിയുടെ വരുമാനം ഏകദേശം 200 കോടി രൂപയാണെന്ന് കേൾക്കുമ്പം ആരുടെയും തല പൊട്ടിത്തെറിക്കരുത്. എന്നിട്ടാണ് ഈ ശബരിമലയിൽ ഇരിക്കുന്ന സാധനം കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്ന തന്ത്രിയും മേൽശാന്തിയും അവിടെ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. മനസ്സിലാവുന്നുണ്ടോ? തികയാഞ്ഞിട്ടോ കിട്ടാഞ്ഞിട്ടോ വിശപ്പടങ്ങാഞ്ഞിട്ടോ ഉള്ള മോഷണമല്ല, ആർത്തിമൂത്തുള്ള മോഷണം. അതായത് ഭ്രാന്തായി ആർത്തിമൂത്തുള്ള മോഷണം, എത്ര കിട്ടിയാലും തികയാത്തതിന്റെ മോഷണം. അതാണ് ഇതുകൂടാതെ ഇനി ഇത് അമ്പലത്തിനകത്ത് വീഴുന്ന കണക്കാണ്. 118 കോടി രൂപ ഭണ്ഡാരത്തിനകത്ത് വീണിട്ടുണ്ടെങ്കിൽ 200 കോടി രൂപയുടെ മുതൽ അല്ലെങ്കിൽ അത്തരത്തിൽ പൈസ ഒരു ശ്രീകോവിലിനകത്ത് വീണാൽ അവർ വാരി അങ്ങോട്ടേ എറിയത്തുള്ളൂ. കിഴി കെട്ടി എറിയുന്നത്. അവർക്ക് വിശ്വാസം അയ്യപ്പന്റെ അടുത്തിയെന്ന് വീണാൽ അത്രയും അനുഗ്രഹം കിട്ടുമെന്നാണ്. ആന്ധ്രയിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന ഭക്തരുടെ കാര്യമാണ്. കേരളത്തിൽ നിന്ന് വരുന്നവനൊന്നും കൊടുക്കത്തില്ല കേട്ടോ. അവനറിയാം, അവൻ വലിയ ബുദ്ധിമാനാണ്. അവൻ ഈ 1 രൂപ നാണയം കണം അവിടെ ഇവിടെ തലയിലൊക്കെ കറക്കി അവിടെ ഇട്ടിട്ട് അവരവൻ്റെ പാട്ട് പോകും. ഈ വരുമാനമൊന്നും ഇവിടുന്ന് പോകുന്നവരുടെ അല്ല. അതുകൊണ്ട് 52 ലക്ഷം പേര് ഈ പ്രാവശ്യം വന്നതായിട്ടാണ് കണക്ക്. അപ്പോൾ വരുമാനമൊക്കെ ഈ വരുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും വിദേശത്തു നിന്നും വരുന്ന ഭക്തരുടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാനീ പറഞ്ഞത് ഇപ്പം ഇത് ഇങ്ങനെ ഉള്ളപ്പോഴാണ് ഈ കൊള്ള. ഇത് കൂടാതെ ഇനിയും ഈ പറയുന്നത് പോലെ ഒരുക്കിയെടുത്ത ഈ ഭക്തന്മാരുണ്ട്. അയ്യപ്പൻ്റെ അച്ഛനെ കാണണം, തന്ത്രിയല്ലേ, അയ്യപ്പൻ്റെ അച്ഛനെ കാണണം, തന്ത്രി ചെന്ന് കാണുമ്പോൾ വാരിയാ കൊടുക്കുന്നത്. അതിനകത്ത് കണക്കൊന്നുമില്ല, കൈ കിട്ടുന്നതാണ്. കാരണം മനസ്സിലാവുന്നുണ്ട്. അതും അവിടെ നിന്ന് മേടിക്കുന്നുണ്ട്. അതിനായി അവിടെ കയറി ഇരിക്കുന്നത് തന്ത്രി എന്നൊരു ബോർഡ് വെച്ച്, തന്ത്രി ഒരു ബോർഡുണ്ട്, അപ്പുറത്ത് മേൽശാന്തി ഒരു ബോർഡ്. ഇവിടോട്ട് കയറി സാധാരണക്കാരനൊന്നും കയറാനൊക്കത്തില്ല. പൈസ ഇല്ല. പൈസ ഉള്ളവരെ പ്രത്യേകം സെലക്ട് ചെയ്ത് നമ്മുടെ ഈ സ്പോൺസർമാരെ ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്ത് വന്നിട്ട് പറയത്തില്ല, അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സ്പോൺസർമാരെ പറയുന്നത് പോലെ അയ്യപ്പന്റെ പ്രത്യേക അനുഗ്രഹം മേടിച്ചു കൊടുക്കുന്നതിനുള്ള പൂജയും നെറ്റിക്ക് 1 രൂപ കോണയം നാണയം വെച്ചിട്ട് 2015 10 ലക്ഷം രൂപ പുറത്ത് മേടിക്കുന്ന പൂജയൊക്കെ അവിടെ നടക്കും. ഇത് കൂടാതെ ഇപ്പൊ എത്ര കോടി രൂപ നിങ്ങൾക്ക് നാണയങ്ങൾ തലയിൽ കെട്ടി ചുമടായിട്ട് താഴെ കൊണ്ടിരുന്നത്. എന്നിട്ടും അയ്യപ്പനെ എല്ലാം വിറ്റ്, ആവശ്യം പോലെ വിറ്റ്. ഇപ്പൊ കണക്കെല്ലാം കൂടെ ഇപ്പൊ പുറത്തു വരും. അറിയാം, ആവശ്യം പോലെ വിറ്റു, കാലങ്ങളായിട്ട് വിറ്റു. എന്നാൽ 1-2 കേസിനകത്തുനിന്ന് വെളിയിൽ വരാൻ പോന്നപ്പോ ഇന്ന് കെ മുരളീധരനൊക്കെ പറയുന്നത് എന്തോന്ന് അറിയാം, അത് 2017 തൊട്ടുള്ളത് അന്വേഷിച്ചാൽ പോരെ. അതിനകത്തുനിന്ന് ആൾക്കാരെ എന്തോ മറച്ചു പിടിക്കാനാ. പപ്പനകത്ത് കിടക്കുക, വാസു അകത്ത് കിടക്കുക, ഇവരുടെ ഈ ഉദ്യോഗസ്ഥന്മാരെല്ലാം അകത്ത് കിടക്കുക, കോടതി പറഞ്ഞവരെല്ലാം അകത്ത് കിടക്കുക. നീ മന്ത്രി അകത്തുണ്ടോ, മന്ത്രി അകത്ത് പോട്ട്, പ്രശാന്ത് അകത്ത് പോട്ടെ. പക്ഷെ അതിന് മുമ്പ് പൊട്ടിച്ചവന്റെ കാര്യം കേൾക്കണ്ടേ? അതിന് മുമ്പ് പൊട്ടിച്ച കൊടിമരത്തിന്റെ കഥ നമുക്ക് അറിയണ്ടേ? അതിന് മുമ്പ് പൊട്ടിച്ച ഈ 18-ാം പടിയുടെ പണി നടന്നപ്പോൾ ഉള്ള കഥ നമുക്ക് അറിയണ്ടേ? അത് പറയുമ്പോൾ എന്തിനാ ഒളിച്ചോടുന്നത്? അത് പറയുമ്പോൾ കോൺഗ്രസ്സാ, അത് പറയുമ്പം ഈ പറയുന്നത് പോലെ പ്രയാർ ഗോപാലകൃഷ്ണ, അത് പറയുമ്പോൾ അജയ് തറയില. കൂടുതൽ അങ്ങോട്ട് പറയുമ്പോൾ പറഞ്ഞു കയറി വരുമ്പോൾ ഇറ്റലി പോയി നിൽക്കും. കാരണം സോണിയാഗാന്ധിയുടെ കൂടെ നിന്ന ഫോട്ടോയുടെ കഥ എന്താ പറയാത്തേ? എന്തിനു നിന്നു എന്ന് ഇപ്പോഴും ചോദിക്കുന്നു, ഒത്തിരി വട്ടം ചോദിച്ചു, ഇനിയും ചോദിക്കുന്നു. ഇതുപോലെ ഇസഡ് കാറ്റഗറിയുള്ള കോൺഗ്രസ് നേതാക്കന്മാർക്ക് പോലും കാണാൻ താല്പര്യപ്പെട്ടാൽ നടക്കാത്ത, അല്ലെങ്കിൽ അപ്പോയിൻമെന്റിന് മാസങ്ങളോളം സമയമെടുക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു മതത്തോട് അത്ര താല്പര്യമില്ലാത്ത, അതിൻ്റെ ഫോളോ അപ്പ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുപോലെ മറ്റ് ഇന്ത്യയിൽ ഇതിനപ്പുറമുള്ള പല തന്ത്രിമാരും അല്ലെങ്കിൽ വലിയ സന്യാസിമാരും ഒക്കെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നാൽ കിട്ടുന്നിടത്ത് അവരെ ആരെയും കാണാത്ത സ്ഥാനത്ത്, അല്ലെങ്കിൽ അവരെ ആരെയും ഇതുവരെ ഇവരുടെ വസതിയിൽ കണ്ടിട്ടില്ലാത്ത, കൂടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് കണ്ടിട്ടില്ലാത്തിടത്ത് ശബരിമലയിലെ ഒരു കീഴ്ശാന്തി, അതായത് അടിച്ചുകളിക്കാരൻ്റെ പെണ്ണും പിള്ളയുടെയും അയാളുടെയും കൂടെ 2 വട്ടം കണ്ടതായിട്ട് ഔദ്യോഗികമായിട്ടും ആ ഫോട്ടോസും വെളിയിൽ വരുന്നുണ്ട്. ഇതിന്റെ എത്ര ഉണ്ടാവും? അതുപോലെ അകത്ത് കിടക്കുന്ന ഭണ്ഡാരി, പങ്കജ് ഭണ്ഡാരി, അയാളുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ കണ്ട്. ഇപ്പൊ എന്താണ് ഇടപാട്? ഇത്രയേ ഉള്ളൂ. എന്താണ് ഇടപാട്? ഇവരുമായിട്ടുള്ള എന്താണ് ഇടപാട്? സുഖമില്ലാത്തതുകൊണ്ട് പ്രസാദം. അവന് ഹിന്ദു ആചാരപ്രകാരം ജീവിക്കുന്ന പോയിട്ട് കണ്ടിട്ടില്ല. വേറെ പലരും ഈ പറയുന്ന അയാൾ 27 കുറിയൊക്കെ ഇട്ടിട്ട് ഗോഷ്ഠി കാണിച്ചിട്ടുണ്ട്, പൂണൂലെടുത്ത് വെളിയിട്ടിട്ടുണ്ട്. ആരാ? പ്രതിപക്ഷ നേതാവ്. പിന്നെ മറ്റേ പ്രിയങ്ക ഗാന്ധി കുറിയിടാറുണ്ട്, അമ്പലത്തിൽ പള്ളി ചെല്ലുമ്പോൾ കുരിശിടാറുണ്ട്, മറ്റേടത്ത് ചെല്ലുമ്പോൾ തൊപ്പിയാർക്ക്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇതൊക്കെ ഗോഷ്ഠി എന്താണെന്നൊക്കെ ഇപ്പൊ ജനങ്ങൾക്ക് മനസ്സിലായി. ഗോഷ്ഠി ഇപ്പൊ പഴയതുപോലെ നടക്കുന്നുമില്ല. മാത്രമല്ല, ഇതിനെക്കാട്ടി വലിയ സാഹചര്യമുള്ളാത്തടത്ത് എന്താ, UP-യിലൊരു രാമക്ഷേത്രം പണിഞ്ഞാൽ ഇതുവരെ അവിടെ പോയിട്ടുണ്ടോ? ഈ പറയുന്ന രാഹുൽ ഗാന്ധി പോയിട്ടുണ്ടോ? പ്രിയങ്ക ഗാന്ധി പോയിട്ടുണ്ടോ? സോണിയാഗാന്ധി പോയിട്ടുണ്ടോ?
അപ്പൊ അവിടെ ഒരു മതേതരത്വവും ഒരു ഹിന്ദുത്വവും ഒരു പോറ്റിയെയും ആരെയും കണ്ടില്ല. അവിടെ വരുന്നിടത്തോളം ഉള്ള പോറ്റിമാരും അല്ലെങ്കിൽ തന്ത്രിമാരും അല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ളവരൊന്നും ഇല്ലല്ലോ. ഇയാളാണ്ട് കീച്ചാന്തി അന്ന് ഇട്ടപ്പറങ്ങാണ്ടിയുടെ കൂട്ടിരിക്കുക എന്റെ മോന്ത കണ്ടാൽ തന്നെ തിരുമേനിയാന്ന് പോലും തോന്നുന്നില്ല. മോട്ടിക്കാൻ വേണ്ടി എങ്ങാണ്ടൊന്നും ആരാണ്ട് പൂണൂലെടുത്തിട്ട് 2004 തൊട്ട് ഈ തന്ത്രി കൊണ്ടുവന്നവരാന്നാ എനിക്ക് തോന്നുന്നത്. അപ്പം ഇതിനകത്ത് കുഴപ്പമുണ്ട്. അപ്പൊ ഇതെല്ലാം ഇരുന്നാലും ഭഗവാനെ വിശ്വസിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഭഗവാനെയും അമ്പലത്തെയും തകർക്കാൻ ഭക്തർ അനുവദിക്കുന്ന ഒരവസ്ഥ ഇല്ലെന്നുള്ളതിന് തെളിവാണ് ഈ ക്ലൈമാക്സ് എന്ന് പറയേണ്ടി വരും ഈ പ്രാവശ്യത്തെ വരുമാനം. അതാണ് ശബരിമല ശാസ്താവിനെ തോപ്പിക്കാൻ അദ്ദേഹത്തെ വിശ്വസിക്കുന്നവർ, സാധാരണക്കാരനായിട്ടുള്ള ഭക്തർ, മോട്ടിക്കാൻ താല്പര്യമില്ലാത്തവർ, ആശ്രയിക്കുന്നവർ, വിശ്വസിക്കുന്നവർ കൂടിക്കൂടി വരുന്നു എന്ന് വേണം കരുതാൻ. അതായത് അയ്യപ്പനെ എത്ര മോട്ടിച്ചാലും തീരത്തില്ല എൻ്റെ പൊന്ന് തന്ത്രി. അല്ലെങ്കിൽ ഈ ഒരു മനസ്സിലാക്കണം, അയ്യപ്പനെ തോപ്പിക്കാനായിട്ടില്ല, പക്ഷെ ഇവർ തോറ്റു. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.